ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. അതിലൊന്ന്, സിറിയയിൽ നിന്നും അമേരിക്ക എന്തുകൊണ്ടാണ് വിഡ്രോ ചെയ്തത്, അവരുടെ എയർബേസ്, അവരുടെ ആർമി ഇതെല്ലാം തന്നെ പൂട്ടിക്കെട്ടി അവിടെ നിന്ന് പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ അമേരിക്കയുടെ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ ചില ഓഫറുകൾ, അത് വളരെ മികച്ച ഓഫറുകളാണ്. അപ്പം ഈ രണ്ട് വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇറാൻ്റെ ഒരു എണ്ണക്കപ്പൽ, അത് ശരിക്കും വെറോണിക്ക 3 എന്ന് പറഞ്ഞ എണ്ണക്കപ്പൽ, അമേരിക്ക കൃത്യമായിട്ട് അതിനെ കരീബിയൻ ഓഷൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യൻ ഓഷൻ വരെ അതിനെ ഫോളോ ചെയ്ത് വന്ന് കൃത്യമായിട്ട് അതിനെ സീസ് ചെയ്ത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അമേരിക്കയുടെ പോളിസി അനുസരിച്ച് അവർ ആ എണ്ണ വിൽക്കും, അതേപോലെ തന്നെ കപ്പലും വിൽക്കും. അതാണ് ഇപ്പം നിലവിൽ അവർ പിടിച്ചെടുക്കുന്ന എല്ലാ കപ്പലുകൾക്കും അവർ ഉപയോഗിക്കുന്ന പോളിസി. അപ്പോൾ ഇത് റഷ്യൻ എണ്ണക്കപ്പൽ പിടിച്ചാലും അവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ എണ്ണക്കപ്പൽ പിടിച്ചാൽ അവർ തന്നെ ചെയ്യുന്നത്. ഇതുപോലെ വെനിസുലയുടെ കപ്പൽ പിടിച്ചെടുത്ത സമയത്തും അവർ ഇതേ പോളിസി തന്നെയാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിടിക്കുക, എണ്ണ വിൽക്കുക, കപ്പലും വിൽക്കുക. ഇതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ പിടിച്ചെടുത്ത കപ്പൽ അവരുടെ സൈഡിൽ ലയബിലിറ്റി ആയിട്ട് അവിടെ തൂങ്ങിക്കിടക്കത്തില്ല. അതുപോലെ തന്നെ ഇതേ കപ്പൽ വീണ്ടും വേറെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഇതേപോലെ ഷാഡോ ഫ്ലീറ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും. ആ സമയത്ത് വീണ്ടും ഇവർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു തൊഴിലായി തന്നെ അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട്. ഇത് നമ്പർ 1 മാറ്ററാണ്. അപ്പം അതേ ഫോർമുലയിൽ തന്നെയാണ് ഇപ്പം ഇറാൻ്റെ കപ്പലും പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇറാൻ്റെ മേളിൽ വെനിസുലയെ എങ്ങനെയാണോ വരിഞ്ഞു മുറുക്കിയത് അതേ മാതൃകയിൽ ഒരു പ്രഷർ ഇടാനാണ് ഇപ്പം അമേരിക്ക തീരുമാനിച്ച് കൃത്യമായിട്ട് ഇറാൻ്റെ ഷാഡോ ഫ്ലീറ്റുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇപ്പം സീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച് മടങ്ങിയതിന് ശേഷം ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് എന്താണോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നെതന്യാഹുവും ട്രംപും തമ്മിൽ സംസാരിച്ചത്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളായിട്ട് ഓരോ നടപടിക്രമങ്ങളായിട്ട് അമേരിക്ക നടപ്പിലാക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇറാൻ അവരുടെ ആ ഒരു അജണ്ട, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ അജണ്ടയെ തകർക്കാൻ വേണ്ടിയിട്ട് അതിനെ ചെറുക്കുന്ന രീതിയിൽ ചില ഓഫറുകൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഇനി അമേരിക്കയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനി ഇറാൻ്റെ കയ്യിലില്ല കാര്യങ്ങൾ. ആ മട്ടിലാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഓഫർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇറാന് കൃത്യമായിട്ട് മനസ്സിലായി, അതായത് നമ്മൾ പെടും. ഒന്നെങ്കിൽ അവർ റെജിം ചേഞ്ച് നടത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എണ്ണക്കപ്പലുകളെല്ലാം തന്നെ അവർ പിടിച്ചെടുക്കും, അതോടൊപ്പം നമ്മളെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും ഇറാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇറാൻ്റെ ഉള്ളിൽ മൊസാദിൻ്റെയും CIA ടീമുകളെല്ലാം തന്നെ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ആഗോളതലത്തിൽ IRGCക്കെതിരെ അതുപോലെ തന്നെ ഈ റൈസ പെലവിയെ അനുകൂലിച്ചുകൊണ്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ മ്യൂണിക്കിലൊക്കെ ഏതാണ്ട് 2.5 ലക്ഷം പേരാണ് മ്യൂണിക്കിൽ ഇറാൻ്റെ റൈസ പെലവിയെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. അപ്പോൾ അത്ര മാസീവായിട്ടുള്ള ക്രൗഡ് ഇറാൻ IRGC ഭരണകൂടത്തിനെ ഇച്ചിരി പേടിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് ഇറാൻ ഏതാണ്ട് പത്തി മടക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇറാൻ കാര്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഇറാൻ ഓഫർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 2-3 ഓഫറുകളാണ് കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് ഓയിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഡീലാവാം, കോൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഡീലാവാം, അതുപോലെ ഗ്യാസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് എഗ്രിമെൻ്റ് ആവാം, റെയർ എർത്ത് മിനറൽസ് വേണോ, എന്തും ആവാം. ഇറാൻ എല്ലാത്തിനും ഒരു സമ്മതം മൂളിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എന്ത് പറ്റി ഇറാൻ എന്നുള്ളതാണ് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പല അനലിസ്റ്റുകളും നോക്കിക്കാണുന്നത്. കാരണം ഇത്രയും നാൾ മൽപ്പിടുത്തം പിടിച്ചുകൊണ്ടിരുന്ന ഇറാൻ പെട്ടെന്ന് അയഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു പ്രതീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനെ തുടർന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് 100 ബോയിങ് വിമാനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്യും, ബോയിങ്ങിൻ്റെ 100 വിമാനങ്ങൾ ഓർഡർ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ. അപ്പോൾ അങ്ങനെ അതുകൂടാതെ 500 ബില്യൻ്റെ ഡീൽ വെക്കാൻ തയ്യാറാണ്. 500 ബില്യൺ ഡീൽ വെക്കാൻ തയ്യാറാണ് ഇറാൻ. അമേരിക്കയുമായിട്ട് 500 ബില്യൻ്റെ ഡീൽ വെക്കാൻ തയ്യാറാണെന്നാണ് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ശരിക്കും ഇപ്പം ഇത് എന്താണ് പ്രശ്നം പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ആർക്കാണ് പ്രശ്നം? ഇസ്രായേലിനാണ് പ്രശ്നം. ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയ്ക്ക് വിരളി പിടിച്ച് പോയി കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇറാൻ്റെ IRGC ഭരണകൂടം അതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഇറാന് മനസ്സിലായി തകൃതിയായിട്ടുള്ള പണി വരുന്നുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ള തീരുമാനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ആഗോളതലത്തിൽ തന്നെ ഇത്രമാത്രം റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ഇങ്ങനെ ഈ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ആഹ്വാനം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് IRGC ഭരണകൂടം അവരുടെ ഭരണകൂടം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ തുടർന്ന് ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ IRGC വെക്കുന്നുള്ളൂ. ഈ കരാറുകളെല്ലാം ആവാം, അമേരിക്കയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് ഇറാൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഒറ്റൊരു കണ്ടീഷനാണ്, സാങ്ഷൻസ് മാത്രം എടുത്തു മാറ്റുക. എല്ലാ സാങ്ഷൻസും, ഇറാൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും എടുത്തു മാറ്റുക.
അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്നുള്ള ആ ഒരു സറണ്ടർ, ആ മാതൃകയിൽ എത്തിയിരിക്കുകയാണ് ഇറാൻ. ഇനിയിപ്പോൾ നെതന്യാഹു ചിന്തിക്കുന്നത്, ട്രംപ് ആണെങ്കിൽ ഈ ഡീലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ആർത്തിയുള്ള ഒരു ആളാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടാവുന്ന ഡീല്, ഏത് ഡീലാണെങ്കിലും ട്രംപ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഓൾറെഡി തന്നെ ഇറാനുമായിട്ട് ഡെത്ത് ടു അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ട്രംപ് ഇറാൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ചർച്ച നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അവർ നല്ലതായിട്ട് വരും, അവർ ഡീലിലേക്ക് വരും, നെഗോസിയേഷന് തയ്യാറാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം നിലവിൽ ഇറാൻ പ്രഖ്യാപിച്ച ഡീൽ കേട്ട് കഴിഞ്ഞാൽ ട്രംപ് അപ്പാടെ മൂക്കും കുത്തി വീഴും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതെന്തായാലും നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നെഞ്ചിടിപ്പ് കൂടുന്നത് ഇസ്രായേലിനാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിവേ, ഈ ഇറാന്റെ പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഫ്രഷ് ആയിട്ട് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രംപിന്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് ഇനിയിപ്പം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇതിൽ ഇസ്രായേലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 2 IDF സോൾജേഴ്സ്, ഇവർ രണ്ടും ലേഡീസാണ്. ഈ 2 സോൾജേഴ്സിനെയും ഇസ്രായേലിന്റെ ഉള്ളിൽ ബനീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവരേതോ, ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ഈ പുരോഹിത വർഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇവർക്ക് മിലിറ്ററിയിൽ ചേരാൻ പറ്റത്തില്ല, ഇവർ IDFൽ സെർവ് ചെയ്യില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം. അപ്പോൾ ആ നിയമം മാറ്റാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ കുറേ നാൾ കൊണ്ട് ഇസ്രായേൽ നെസറ്റിനുള്ളിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഇതിനെ നിരന്തരം പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ആർമിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള മെമോ, നോട്ടീസ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പാഞ്ഞെടുത്തത്. അതായത് തീവ്ര ജൂവിഷ് വലതുപക്ഷ നിലപാടുള്ള ആൾക്കാർ, അവർ ഇവരെ ഓട്ടിച്ചിട്ട് തല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയും ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നുള്ള വാർത്തയ്ക്ക് വരുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ 2 IDF സോൾജേഴ്സ് ഇസ്രായേലികൾ തന്നെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് വലിയൊരു സംഭവമായിട്ട് തന്നെ അവിടെ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കം സ്റ്റേറ്റിൻ്റെ സ്ഥലമായിട്ട് അംഗീകരിക്കുകയാണ്. അതായത് ഇസ്രായേലികൾക്ക് അവിടെ സ്ഥലം വാങ്ങാം, വിൽക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ എല്ലാം തന്നെ അണ്ടർ ഇസ്രായേലിൻ്റെ കൺട്രോളിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിൽ ഇവർ സെറ്റിൽമെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കുറേ ഏരിയ ഇപ്പോൾ ഇവർ ഒഴിപ്പിച്ചിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പം ഇസ്രായേലിനോട് അനക്സ് ചെയ്തതിന് തുല്യമാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന. ഈ പ്രസ്താവന വെറും പ്രസ്താവനയല്ല, ഇസ്രായേലിൻ്റെ സ്റ്റേറ്റിൻ്റെ സ്ഥലങ്ങളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറ്റ് മീൻസ് വെസ്റ്റ് ബാങ്കിനെ, ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പം ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതിന് തുല്യമാണിത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുള്ളത് നമുക്കറിയില്ല. ഇത് ശരിക്കും ഇതിൻ്റെ പ്രതിഷേധം വരേണ്ടത് റമല്ല, അതുപോലെ തന്നെ പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന തൽക്കാലം കുറച്ച് സ്ഥലങ്ങളുണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ ഈ ഏരിയ C, ഏരിയ A ഒക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സ്ഥലത്തുള്ള ആൾക്കാർ വേണം ഇതിനെതിരെ പ്രതികരിക്കാൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഇനി പുതിയ അടി തുടങ്ങുമോ എന്നുള്ളതാണ് അടുത്തൊരു ഡൗട്ട്. ഇനി മാർക്കോ റൂബിയോ വളരെ വ്യക്തമായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് സിറിയക്കുള്ളിൽ ഈ കുർദുകളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ എല്ലാ ബേസുകളും വിഡ്രോ ചെയ്ത് അമേരിക്ക കാണിച്ചതൊരു വൻ ചതിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൃത്യമായിട്ട് മാർക്കോ റൂബിയോ അതിനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. അമേരിക്ക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്? കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ കുർദുകൾ അവിടെ തന്നെ കൃത്യമായിട്ട് ഒരു ഏരിയ സെഗ്രിഗേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടൊരു ഡിഫൻസ് ടീമിനെ ഉണ്ടാക്കി, SDF എന്ന് പറഞ്ഞിട്ടുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കി അവരവിടെ സുരക്ഷിതമായിട്ട് താമസിക്കുമായിരുന്നു. It's a problem many people face. You can't be in 2 places at the same time. So we met with the Syrian foreign minister and with the General Mazloum on behalf of the Kurds, a historic meeting. ഇല്ലാന്നില്ല, പക്ഷേ നിലവിൽ അഹമ്മദ് അൽ ഷാര അവിടെ ഭരണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അഹമ്മദ് അൽ ഷാരയെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അഹമ്മദ് അൽ ഷാര എന്ന് പറഞ്ഞാൽ ISIS-കാരൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ സിറിയ 8 കഷ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെടും. വിഭജിക്കപ്പെട്ട മെയിൻ ആയിട്ടുള്ള 8 ഏരിയയും 18 ഏരിയ ആയിട്ട് പിന്നീട് മാറും. The bottom line was we had 2 choices in Syria. Choice number 1 was to let the place fall apart into 18 different pieces, long-term civil war, instability, mass migration, playground for terrorists, ISIS running all over the place, Iran getting back in. That was choice number 1. Choice number 2. ആ 18 ഏരിയയും 18 സെക്ടറുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 18 സെക്ടറുകളും തന്നെ തീവ്ര ഇസ്ലാമിക നിലപാട് കൊണ്ട് IS-ന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കുന്നത്. ചെറിയ തോതിലാണ് മൈനോറിറ്റികളുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ വീണ്ടും ഒരു അറബ് വസന്ത മാതൃകയിൽ ആ സിറിയയെ ഒരു കലാപഭൂമിയായിട്ട് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്ക അവിടെ നിന്ന് എന്ത് ചെയ്യാനാണ്? അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ISIS-നെതിരെ പൊരുതാം, കുഴപ്പമൊന്നുമില്ല, ഇതേ സ്റ്റേറ്റസ് കോ നിലനിർത്തി കൊണ്ടുപോകാം. പക്ഷേ അത് എത്ര കാലത്തേക്ക്? അപ്പോൾ എത്ര കാലം, അതായത് ആജീവനാന്തം അമേരിക്ക അവിടെ ബേസ് തുടരാൻ പറ്റുമോ? ഇനി ഇതിനെ ISIS ആണെങ്കിൽ ISIS അവൻ്റെ കീഴിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ
പിന്നീട് അവിടെ നിന്ന് വീണ്ടും പലായനം തുടങ്ങും. പലായനം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ പലായനം തുടങ്ങും. അമേരിക്ക വെച്ചിരിക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ, ഇനി സിറിയയിൽ നിന്നും ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് സിറിയയ്ക്കുള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ പലായനം നടക്കാൻ പാടില്ല, റെഫ്യൂജികളെ ക്രിയേറ്റ് ചെയ്യരുത്. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് അമേരിക്കയുടെ പക്കൽ നിന്നും അബു മുഹമ്മദ് ജൊലാനി അഥവാ അൽ ഷറായ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് ഇയാൾ പല സ്ഥലങ്ങളും കയറി പിടിച്ചാലും, അതായത് എല്ലാം ഒരുമിച്ച് യൂണിഫൈഡ് സിറിയ, ഞങ്ങൾക്ക് ആരെയും അടിക്കേണ്ട, ഉപദ്രവിക്കേണ്ട, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ മതി, ഒറ്റ സിറിയ ആയിട്ട് ഉണ്ടാവണം എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഇപ്പോൾ ഉയർത്തുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ താൽക്കാലികമാണ്. തീർച്ചയായിട്ടും സിറിയയ്ക്ക് അങ്ങനെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഈ ഐസിസ് ഭീകരന്മാർക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലാവും. കാരണം ഈ ഐസിസ് എന്ന് പറയുന്നതിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും പണ്ട് മുതലേ ഉള്ള സംഘടനയാണ്. ഈ ബേസിക്കലി ഫണ്ടമെന്റലിസം, ഈ ബ്രദർഹുഡ് ഐഡിയോളജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് പൊട്ടിമുളച്ച ഐസിസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ ആശയങ്ങൾക്കൊക്കെ പണ്ട് തൊട്ടേ പഴക്കമുള്ള ആശയങ്ങളാണ്. Choice number 2 is to try to see if it was possible to work with these interim authorities and with al-Shara and with his team. Guess what? We chose number 2. We went. The president engaged personally, not once but twice, with al-Shara, and he said, stop the fighting so that we can move the ISIS prisoners that are there. Thousands of ISIS prisoners who, by the way, could have broken out and created havoc and chaos. Stop the fighting so that we can move these ISIS prisoners, and so that we have more time to work on this reintegration, the integration of the Kurds into the national Syrian forces. And you know, al-Shara did it. Now, he's kept his word up to this point. Obviously, he has to keep doing that. And that's been important because we've been able to move those prisoners into Iraq and out of harm's way so that we don't have a massive jailbreak and 4,000 or 5,000 ISIS killers running crazy all over the place and threatening us in the future. And it's given us time to work on this integration agreement, which they have agreed to between the Kurds and the Syrian authorities in Damascus. And is far better than a Syria that we've been broken up into 8 pieces with all kinds of fighting going on, all kinds of mass migration. So we were very positive about that. ഇതെന്തായാലും ഒരു സിവിൽ വാർ, ഗ്രൂപ്പ് വഴക്ക്, അടിപിടി, മൈനോറിറ്റികളെ ഉപദ്രവിക്കുക, പിന്നീട് വീണ്ടും ഇത് പലായനം തുടങ്ങും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും മാർക്കോ റൂബിയോ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക ഇപ്പൊ തൽക്കാലം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാർക്കോ റൂബിയോ കൊടുത്തിട്ടുണ്ട്. എനിവേ അമേരിക്ക പൊടി നെട്ടി പോവാണ്, അതാണ് ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും അമേരിക്ക അവിടെ നിന്ന് മാറുന്ന സ്ഥിതിക്ക് ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഇസ്രായേലിനാണ്. അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന് അവിടെ തീർച്ചയായിട്ടും സിറിയ ഓൾറെഡി തന്നെ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഗോലാൻ ഹൈറ്റ്സ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഏരിയ വിട്ടുതരണം എന്നുള്ള നിർദ്ദേശം സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ ഓൾറെഡി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി, ഈജിപ്റ്റ്, ഇനി ബാക്കിയുള്ള അറബ് രാജ്യങ്ങളൊക്കെ സിറിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ സിറിയയുടെ സൈഡിൽ നിന്നുള്ള പ്രഷർ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജപ്പാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്ക് ജപ്പാനുമായിട്ട് റിലേഷൻഷിപ്പ് ആവാം, വ്യാപാര തരത്തിൽ നമുക്ക് ചർച്ചയാവാം, ചൈന ദയവായി ചർച്ചയ്ക്ക് തയ്യാറാവണം, അല്ലാതെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ചൈനയ്ക്ക് മോസ്റ്റ് വെൽക്കം. അപ്പോൾ അതായത് ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജപ്പാൻ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ സനെ തക്കയിച്ച് അവർ ഭരണത്തിൽ വന്ന ഉടനെ തന്നെ ചൈനയാണ് എതിർത്തത്. തായ്വാനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൺ ചൈന പോളിസിക്കെതിരെയുള്ള നിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് മുതലാണ് ശരിക്കും ചൈനയും ജപ്പാനും തമ്മിൽ പുതുതായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഏറ്റുമുട്ടൽ മീൻസ് അവർ നേരിട്ട് യുദ്ധം ചെയ്യുന്നു എന്നല്ല, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒരുപാട് തകർച്ചയിലേക്ക് പോവുകയും വീണ്ടും ജപ്പാനും ചൈനയും 2 ചേരികളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ഭാഷകളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഡിപ്ലോമസി ഒന്ന് മയപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജപ്പാൻ. ഇനിയിപ്പോൾ ചൈന എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമി റീജിയനിൽ തകൃതിയായിട്ടുള്ള ആക്രമണം, സമി റീജിയൻ മാത്രമല്ല ഖെർസൺ റീജിയൻ, സെബ്രോഷേഷ്യ, അതുപോലെ തന്നെ ഒഡേഷ, കാർക്കിവ്, ഇത്രയും ഏരിയയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഏതാണ്ട് 206 അറ്റാക്ക് മാത്രം നടത്തിയിട്ടുണ്ട്. അതായത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, 206 ആക്രമണങ്ങൾ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇറാൻ്റെ ഓഫറിന് മുന്നിൽ ഇനി ട്രംപ് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.